എന്താ മോളെ, ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക, ഞങ്ങൾക്കറിയാം. ചക്ക ഇനിയിപ്പോ തുറന്നു നോക്കിയാ താമര പോലെയല്ലേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ്. താനൂർ ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയിന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്ക കായ്ക്കും. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്നും മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഒരു പരിപാടി നടക്കൂല മോനെ. മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. 101 വെടി പൊട്ടിച്ചിട്ട് ഒരു വെടി പോലും ഒരു ദൈവത്തിനും കൊണ്ടില്ലേ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. 100 മേളിൽ പോകും. 100 നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ പോകും. ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ പിണ്ണാക്ക് വിജയനായി. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷം. നമ്മുടെ പിണറായി വിജയൻ അങ്ങനെ പിണ്ണാക്ക് വിജയനായി. അതെന്റെ വലിയൊരു ആഗ്രഹം. നാളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുണ്ട്രയിൽ കുണ്ടി കാണിക്കട്ടെ. നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. ആക്ച്വലി എന്താ സാർ സംഭവിച്ചത്? റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും T20 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. താനൂർ ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയിന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്ക കായ്ക്കും. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്നും മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വിജയിച്ചാൽ കോഴിക്കോട് അങ്ങാടിയിൽ തല മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്ന് പറയുകയാണ് PV അൻവർ. റിയാസ് വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നും അൻവർ ചോദിച്ചു. ബേപ്പൂരിൽ വിജയം ഉറപ്പെന്നും 65,000-ന് മുകളിൽ വോട്ട് റിയാസിന് കിട്ടില്ലെന്നും അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 82,000 വോട്ട് സർവകാല റെക്കോർഡ്. ആ വോട്ടിന് മേലെ ഞാൻ ജയിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ഇന്ന് രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചുക്കോടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്ര. 65,000 വോട്ടിന് മേലെ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ കയറാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളോട് മുഹമ്മദ് റിയാസിനെ ഇത്രയും കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്, വെല്ലുവിളിക്കണം. എൻ്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം അത് പറയുന്നെങ്കിൽ കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ ഇരുന്നിട്ട് ഞാനൊരു അഗ്രിമെൻറ്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കും. ആ നന്ദി കാണിച്ചാൽ ഞാൻ